ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏപ്രിൽ മാസം 7-ാം തീയതി 2025 യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ 62ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 61 ക്ലാസ്സുകളിലായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 17 വരെയുള്ള അധ്യായങ്ങളാണ് നാം പഠിപ്പാനിടയാക്കുന്നത്. തുടർന്ന് 17ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൽ 17ാം അധ്യായത്തിൽ 1-ാം വാക്യം ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു തന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്നുള്ള വിഷയത്തെ ആധാരമാക്കിയാണ് നാം കഴിഞ്ഞ ചിന്തിപ്പാനിടയാക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ളത് അത് മറ്റാരും ചെയ്യാത്ത കാര്യങ്ങളെയാണ് ദൈവം ചെയ്യുന്നത്. അതിനെയാണ് ദൈവിക മഹത്വം എന്ന് പറയുന്നത്. ദൈവത്തിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്തിൽ കാണുന്ന സകല വസ്തുക്കളും ദൈവത്തിൻ്റെ മഹത്വമാണ്. നമുക്കാർക്കും ഒരു പുല്ല് അതുപോലെ നിർമ്മിച്ചെടുക്കാൻ കഴിയത്തില്ല. ഇവിടെ ശാസ്ത്രം ഇത്രയും വളർന്നെങ്കിലും നമ്മൾ കാണുന്ന നമ്മുടെ പറമ്പുകളിൽ കാണുന്ന വേണ്ടാത്തതായിട്ടൊന്നും നമുക്ക് പ്രയോജനമില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സസ്യത്തിൻ്റെ ഇല പോലും അതുപോലെ നിർമ്മിച്ചെടുക്കുവാൻ ശാസ്ത്രത്തിന് കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും മഹത്വമുള്ളതാണ്, ഗ്രേറ്റ്നസ് ആണ്. അതുപോലെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവനെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ രക്ഷയുള്ള ബന്ധത്തിൽ ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് 17ാം അധ്യായത്തിൽ കഥാപ്രാപ്തി. നാഴിക വന്നിരിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവിക മഹത്വമാണ്. മനുഷ്യൻ വളരുന്നത് ദൈവിക പ്രവൃത്തിയാണ്. എന്നാൽ മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടത് പൈശാചിക പ്രവൃത്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് ദൈവിക പ്രവൃത്തിയാണ്. മനുഷ്യനെ ജീവകാരുണ്യമായിരിക്കുന്ന നിത്യജീവന്റെ ഇതിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ള പ്രവൃത്തിക്ക് വേണ്ടിയാണ് കർത്താവ് പറഞ്ഞ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എൻ്റെ അർത്ഥം, ഞാൻ യേശു ക്രിസ്തുവോട് പറഞ്ഞിരിക്കുന്നത് പുത്രനെ മഹത്വപ്പെടുത്തണമേ, പ്രസിദ്ധപ്പെടുത്തണമേ, അത് മറഞ്ഞിരിക്കുന്ന മർമ്മം വെളിപ്പെടുത്തണം. മനുഷ്യവംശത്തിൻ്റെ രക്ഷാകരമായിരിക്കുന്ന പ്രവൃത്തി മറഞ്ഞിരുന്നാണ്, അത് വെളിപ്പെടുത്തണമേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരസ്യപ്പെടുത്തുക, വെളിപ്പെടുത്തുക, ദൈവത്തിൻ്റെ ഗ്രേറ്റ്നസ് വെളിപ്പെടുത്തുക എന്നാണ് ഇവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സങ്കീർത്തനം 24-ാം അധ്യായത്തിൽ നമ്മളത് അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. 24-ാം സങ്കീർത്തനത്തിൽ 2 പ്രാവശ്യം മഹത്വത്തിൻ്റെ രാജാവ് ആര് എന്ന് പറഞ്ഞുള്ള ഭാഗം നമ്മൾ വായിച്ചപ്പോൾ ചിന്തിച്ച വിഷയം ഒന്നുകൂടി ഞാൻ എടുത്ത് ചിന്തിച്ചിട്ട് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകാനാണ് പ്രവേശിക്കുന്നത്. 24-ാം സങ്കീർത്തനം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിൻ്റെ രാജാവ് ആർ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിൻ്റെ രാജാവ് ആർ, സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. 2 പ്രാവശ്യം എടുത്ത ഒരേ വചനം എഴുതിയിരിക്കുന്നത് ഒരു സങ്കീർത്തനത്തിൻ്റെ അകത്ത് കുറേ വാക്കുകൾ വരുത്താൻ വേണ്ടി എഴുതുകയല്ല. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ആവർത്തിക്കപ്പെട്ടതിൻ്റെ കാരണം 2 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 പ്രത്യക്ഷതകളുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയത്. യേശുക്രിസ്തു 1-ാമത്തെ പ്രത്യക്ഷതയും യേശുക്രിസ്തു മഹത്വത്തിൻ്റെ രാജാവായിട്ട് 2ാമത് വരുന്ന അവൻ്റെ തേജസ്സിൻ്റെ മഹത്വ പ്രത്യക്ഷതയും വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് 2 ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ഈ വാതിലുകളെ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, നിങ്ങളുടെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീനിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഒരുപക്ഷെ നമ്മളത് വായിക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പണ്ടേയുള്ള വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. അപ്പൊ ഈ വാതിലുകളുടെ തല ഉയരണം വരുമ്പോൾ, അതുപോലെ തന്നെ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പെന്നാണ് പറയുന്നത്. അപ്പോൾ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. അപ്പൊ എന്താണ് പണ്ടുണ്ടായിരുന്നത്, അതിനെന്താണ് ഉയർത്തേണ്ടതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ചിന്തയുള്ള ബന്ധത്തിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം
അതിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്ക് പരിചിതമായ ഭാഗമാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ള വിഷയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 55-ാം സങ്കീർത്തനം 8-9 വാക്യം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വഴി അത് പണ്ടേയുള്ള കാര്യങ്ങളെന്ന് മനുഷ്യന് കൊടുത്തിരിക്കുന്ന സകല ന്യായപ്രമാണങ്ങളോ സകല പ്രമാണങ്ങളിൽ നിന്ന് ഉയർന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് വാദികളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു വാതിൽ എന്ന് പറയുമ്പോൾ പ്രവേശനത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെയും മാധ്യമങ്ങളെയും ദൈവം പഴയ നിയമത്തിൽ കൊടുത്തിരുന്നു. പക്ഷേ അത് പണ്ടുള്ളതായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും മനുഷ്യർ രക്ഷപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ അത് ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന വഴികളായിരുന്നെങ്കിൽ, ദൈവം തന്നെ രക്ഷാകാരണമായിരിക്കുന്ന രക്ഷയുടെ പ്രവൃത്തി ഏറ്റെടുത്തപ്പോൾ അവൻ്റെ വിചാരം ആണ് അവിടെ വെളിപ്പെടുത്തുന്നത്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്നത് മനുഷ്യൻ പ്രവേശിക്കുന്ന രീതിയിലുള്ളൊരു വഴിയായിരുന്നെങ്കിൽ, വിചാരമായിരുന്നെങ്കിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വഴിയാണ് ദൈവത്തിൻ്റെ വഴി. അത് ഉയർന്നിരിക്കുന്നതാണ്. സാധാരണ ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നതിന് അവൻ്റെ കണക്കനുസരിച്ചുള്ള വാതിലുകൾ മതി. എന്നാൽ ദൈവത്തിൻ്റെ വഴി അത് മനുഷ്യൻ്റെ വഴികളിൽ നിന്നും മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളതാകിയാൽ അതിനനുസരിച്ച് ഉയർന്നിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മനുഷ്യന്റെ രക്ഷയുള്ള ബന്ധത്തിലെ വഴി ഉയർത്തപ്പെടണമെങ്കിൽ, അത് വിസ്തൃതമായി തീരണമെങ്കിൽ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിച്ചെങ്കിൽ മാത്രമേ മനുഷ്യരക്ഷയുള്ള ബന്ധത്തിലുള്ള കാര്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്ന, പണ്ടേയുള്ള എല്ലാ നിയമങ്ങളും അതെല്ലാം താഴ്ന്നതാണ്, മാനുഷികമാണ്, മനുഷ്യന്റെ വിചാരത്തിന് ഒത്തവണ്ണം കൊടുത്തതാണ്, അതൊന്നും പൂർണ്ണമായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ അനാദിയിലെ നിർണയപ്രകാരമുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടി യേശു കർത്താവ് വന്നപ്പോൾ അവന്റെ പ്രവേശനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ കർത്താവ് അത് സാധ്യമാക്കി. അവൻ പ്രവേശിച്ചപ്പോൾ അവന്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ വല്ലഭത്ത് അവന്റെ പഴയ മനുഷ്യന് കൊടുത്തിരുന്ന പഴയ നിയമങ്ങളോ വിചാരങ്ങളോ ചിന്തകളോ അന്ന് നടന്ന യാഗങ്ങളോ ഒന്നുമല്ല അവനെ വിടിവിക്കുന്നത്. അവനെ രക്ഷിക്കാൻ വേണ്ടി യേശു എന്ന യഥാർത്ഥമായിട്ടുള്ള രക്ഷകനായിരിക്കുന്ന കർത്താവ് പ്രവേശിക്കുന്നത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്, അവൻ മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സാത്താന്റെ തലയെ തറക്കാൻ വേണ്ടി അവൻ ബലവാനും വീരനുമായി യഹോവ തന്നെ വന്ന് സാത്താന്റെ തലയെ തകർത്ത് മനുഷ്യവംശത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചെങ്കിൽ, രണ്ടാമത് കർത്താവ് വരുമ്പോഴും മനുഷ്യന്റെ വിചാരങ്ങൾക്ക് ഒത്തവണ്ണമുള്ളതല്ല. അന്ന് കർത്താവ് ലോകത്ത് വരുമ്പോൾ, അവനോടുകൂടി വിശുദ്ധന്മാർ വരുമ്പോൾ, എല്ലാ വിചാരങ്ങളെയും പണ്ടുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിയിട്ട് യഥാർത്ഥമായൊരു രാജകീയ ഭരണം ലോകത്തിൽ വരും എന്നുള്ളതാണ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് മഹത്വത്തിന്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് ഈ മനുഷ്യരക്ഷയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ വലിയ ഊന്നൽ കൊടുത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ചെറിയൊരു കാര്യത്തിന് വേണ്ടി, പക്ഷെ പലപ്പോഴും മനുഷ്യർക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മരക്ഷ എന്നുള്ളത് ചെറിയ കാര്യവും നമ്മുടെ ഭൗതിക വിഷയങ്ങൾ വലിയ കാര്യമായിട്ടാണ് നാം എടുക്കാറുള്ളത്. ഇന്ന് ശ്രദ്ധിക്കണമേ, ഒന്ന് ഈ രാത്രി ശ്രദ്ധിക്കണം. നമ്മുടെ ഭൗതിക വിഷയങ്ങൾ പലപ്പോഴും നമുക്ക് വലിയ കാര്യവും, എന്നാൽ ആത്മരക്ഷയെക്കുറിച്ചുള്ള നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ എന്നേക്കുമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെറിയ കാര്യവുമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആഴവും അർത്ഥവും ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം വേണമെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ സാധിക്കും, പലവിധമായ മാർഗങ്ങളുണ്ട്. പക്ഷേ മനുഷ്യൻ അവന്റെ ആത്മരക്ഷ പ്രാപിക്കാൻ മറ്റൊരു വഴിയില്ലായിരുന്നു, മറ്റൊരു മാർഗമില്ലായിരുന്നു. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മരക്ഷയുടെ വലിപ്പമോർത്ത് നാം സന്തോഷിക്കണം. പലരും പറയുക സന്തോഷിക്കാൻ വകയൊന്നുമില്ല. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യര് സന്തോഷിക്കാത്തത്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നാം തൊട്ടാവാടികളെ പോലെ ആയി പോകുന്നത്. അകത്തിരിക്കുന്ന സന്തോഷമുണ്ടെങ്കിൽ പുറമെ നിന്നെ ആര് തൊട്ടാലും നീ വാടിപ്പോകത്തില്ല. അകത്തിരിക്കുന്ന പ്രത്യാശ ഉണ്ടെങ്കിൽ
നിത്യജീവന്റെ ഘനമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്തു വന്നാലും സാരമില്ല എന്നുള്ളൊരു ചിന്താഗതി അകത്തുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് സന്തോഷമേ ഉള്ളൂ ജീവിതത്തിൽ. അതുകൊണ്ടാണ് അവര് ജീവൻ പോലും വെച്ചു കൊടുത്തത്. അവര് ഭാരപ്പെട്ടില്ല. ഇവിടെ ചെറിയ വിഷയം വരുമ്പോൾ നമ്മൾ തലറിഞ്ഞ് താഴെ വീഴും. നമുക്ക് പിന്നെ അത് പിടിച്ചേക്കാൻ കഴിയില്ല. ഒരു എന്തെങ്കിലും ഒരു വിഷയം കേട്ടാൽ നമ്മുടെ പാടെ ഡിസ്റ്റർബായി മാറും. ഇവിടെ എൻ്റെ പ്രധാന കാരണം എനിക്കും നിങ്ങൾക്കും ഇതുപോലെ ആത്മരക്ഷയോട് നിത്യജീവന്റെ യഥാർത്ഥമായ വില എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. പ്രാർത്ഥിക്കണം കർത്താവിയ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവമേ ആ അനന്തമായിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്നൊക്കെ തരണമേ, ഞങ്ങൾക്കൊരു ദർശനം തരണമേ എന്നുള്ള പ്രാർത്ഥന ദിവസങ്ങൾ നമ്മൾ നടത്താമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഒരു 99% വേദനയും ഭാരവും മാറിപ്പോകും. പറഞ്ഞല്ലോ, ഇത് ഒരിക്കലും ഇവിടെ കിട്ടാത്ത കാര്യങ്ങളെ പറഞ്ഞിട്ട് വരാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും കബളിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല. ഞാനിങ്ങനെ ഇന്ന് പകൽ സമയം ചിന്തിച്ചു, ഈ ദൈവവചനം നമ്മൾ പ്രസ്താവിക്കുകയും 1-ാം നൂറ്റാണ്ടിൽ സഭ സ്ഥാപിതമായ സമയത്ത് ആരും വിശ്വാസത്തിലേക്ക് വരുന്ന സമയം അവർക്ക് കാർപ്പറ്റ് വിരിച്ച സമയത്തല്ല വന്നത്. പ്രതികൂലങ്ങൾ നിറഞ്ഞ് സഭയെ തച്ച് ഉടച്ച് മുടിച്ച് കൊന്നുകളയുന്ന സമയത്താണ് ജീവിതങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത്. ഇന്നും ഈ ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യേശുവിനെ എല്ലാവരും അംഗീകരിക്കുന്നത് പലതും നഷ്ടപ്പെടുത്തിയാ വരുന്നത്. ഇതിൽ വിചാരിക്കുന്നത് ഇവിടെ പ്രലോഭിപ്പിച്ചും എന്തെങ്കിലും കൊടുത്താൽ കൊണ്ടുവന്ന അങ്ങനെയല്ല. ഈ വിശ്വാസത്തിലേക്ക് ഓരോ വ്യക്തിയും വരുമ്പോൾ പലതും നഷ്ടപ്പെട്ടാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. കാരണം അതിന്റെ വില മനസ്സിലാക്കി ദൈവാത്മാവ് ഇടപെട്ടപ്പോൾ കുറച്ചൊക്കെ ഒരു ബോധം ലഭിച്ചപ്പോൾ നമ്മൾ പഴയതെല്ലാം വിട്ടുകളഞ്ഞു. നമ്മൾ പുതിയ ജീവൻ പ്രാപിപ്പാൻ വേണ്ടി വന്നു. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അതേല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ആത്മാവിനാൽ സുവിശേഷം പ്രസ്താവിക്കപ്പെടുന്നതുകൊണ്ട് അത് പ്രാപിച്ചെടുക്കുന്നവർക്കറിയാം അവർ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികളെ അറിയാം. സമൂഹത്തിൽ നിന്നും ദേശത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അനുഭവിക്കാൻ പോകുന്ന ഒറ്റപ്പെടലുകളും തിരസ്കാരങ്ങളും പ്രശ്നങ്ങളും കണ്ടുകൊണ്ടാണ് ഈ മാർഗത്തിലേക്ക് അനേകർ ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലാതെ ഇതൊരിക്കലും ഏതെങ്കിലും ചെപ്പടി വ്യക്തിയെ കാണിച്ച് എന്തെങ്കിലും ഒരു രോഗസുഖം കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊണ്ടിരുന്ന മാർഗമല്ല സുവിശേഷീകരണം എന്നുള്ളത്. സുവിശേഷം എന്നുള്ളത് അതെ, ഇത് ഉള്ളിലേക്ക് വീണ് കഴിയുമ്പോൾ മരിക്കാൻ പോലും തയ്യാറായി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും നാട്ടിൽ നിന്ന് ഓടിച്ചാലും കുഴപ്പമില്ല, അതിന് പ്രശ്നമില്ല, ഞങ്ങൾ മരിക്കാൻ വരെ മരണപര്യന്ത വിശ്വസ്തനായിരിക്കാമെന്നുള്ള ചിന്തയുള്ളവരാണ് സ്നാനപ്പെടുന്നത്. ആ ഒരു നിലവാരത്തിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഇത് കഷ്ടതയുടെ മാർഗമാണ്, പ്രയാസമുണ്ട്, ലോകത്തിൽ പല നഷ്ടങ്ങൾ സംഭവിക്കും. ഈ ലോകത്തിന്റെ ദൈവം നമ്മളെ നന്നായി ഞെരുക്കും. അവൻ നമ്മളെ എന്ത് ചെയ്യും? നമ്മുടെ നന്മകൾ തടയും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നാം അത് മുന്നേറുമ്പോൾ കഥ പറയുന്നത്, അങ്ങനെ സഹിച്ചു നിന്നാൽ ദൈവം പറഞ്ഞു ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് നൽകുന്ന പറയുന്നത്. നഷ്ടമൊക്കെ ഉണ്ടാകും, ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാകും, ഒരുപാട് ഭാരമുണ്ടാകും. പക്ഷെ ഭാരപ്പെട്ടു പോകരുത്. നാം സഹിച്ചു നിൽക്കുമെന്ന് ദൈവത്തിനറിയാം. അതോടൊപ്പം തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നും ഞെരുക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇവിടെയും നന്മ അനുഭവിപ്പാൻ ദൈവം അനുവദിക്കും. അതുപോലെ തന്നെ വരുവാനുള്ളതിലും ദൈവം നന്മ തരും. അത് വിശ്വാസിയുടെ സാക്ഷ്യമാണ്, ചരിത്രമാണ്. ഇന്നും അത് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിന്റെ സാക്ഷ്യമത. അപ്പൊ അല്ലാതെ പലരും വിചാരിക്കുന്ന പോലെ ആരെങ്കിലും വന്ന് ആരെയെങ്കിലും കബളിപ്പിച്ചുകൊണ്ടിരുന്നല്ല. ചില വിചാരിക്കുന്നത് ബ്രെയിൻ വാഷ് ചെയ്യാന്നുള്ള. ശരിയാ, ബുദ്ധിയെ ചെറിയ കഴുകുക തന്നെയാണ് ചെയ്യുന്നത്. മനുഷ്യനിൽ ചെളി കൂടി പെടുന്ന പാപം എന്ന ചെളിയെ മാറ്റി അവനെ ശരിയായ രീതിയിൽ അവന്റെ ചിന്താമണ്ഡലത്തെ നന്നാക്കിയെടുത്ത് മാനസാന്തരപ്പെടാനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുക്കുമ്പോൾ അവന്റെ ഹൃദയവും മനസ്സും എല്ലാം നന്നായി തീരുവാടയത്തിൽ. ഇതാണ് യഥാർത്ഥമായി സംഭവിക്കുന്നത്. അപ്പൊ അതേക്കുറിച്ച് ചെറിയ കാര്യമല്ല ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. രക്ഷ എന്നുള്ള ചെറിയ കാര്യമല്ല, അതിന്റെ വില എന്താണെന്ന് യേശുവിന്റെ പ്രാർത്ഥനയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കർത്താവ് പ്രാർത്ഥിച്ചത് അവർക്ക് ഭൂമി ജീവനോടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ രോഗസൗഖ്യം കൊടുക്കണം, അവർക്ക് ഒരിക്കലും രോഗം ഉണ്ടാകരുത്, അല്ലെങ്കിൽ അവർക്ക് പഞ്ഞം ഉണ്ടാകരുത്, അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകരുത്, അവർക്കൊരു വിഷയം ഉണ്ടാകരുത് എന്നല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. അങ്ങനെയല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ദൈവം പ്രാർത്ഥിച്ചില്ല. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിച്ചത് എന്താണെന്നാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് മനുഷ്യന്റെ ആത്മരക്ഷയുടെ വില എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. കാരണം ഇവിടെയുള്ളതെല്ലാം ഈ ലോകത്തിന്റെ സാധാരണ ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ യേശുവിനെ കൊണ്ടുപോയി ഈ ലോകത്തിന്റെ രാജ്യത്തിന്റെ മുഖത്തെല്ലാം കാണിച്ച് നീ വീണ് നമസ്കരിച്ച് ഇതെല്ലാം നൽകാമെന്ന് പറഞ്ഞു. കാരണം ഈ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലുള്ള മഹത്വത്തെ കാണിച്ചു ഇതെല്ലാം നൽകാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അതിനെ നമസ്കരിക്കുന്നവർക്ക് പലർക്കും കിട്ടുന്നത്. പലർക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന പലതും കിട്ടത്തില്ല. നമുക്ക് കാത്തിരിക്കുമ്പോൾ താമസം വരും. പക്ഷെ പലർക്കും പലതും കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ദൈവം കഴിവില്ലാത്തവനോ ശക്തിയില്ലാത്തവനോ എന്നല്ല. നമ്മുടെ ദൈവത്തെ അറിയാം നമുക്കിത് മതിയെന്ന്. എൻ്റെ മകനും എൻ്റെ മകൾക്കും ഇത് മതിയെന്നവനറിയാം.
നമ്മുടെ ആവശ്യങ്ങൾ മുടങ്ങിപ്പോകത്തില്ല. ഇന്ന് ഈ രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ ഭൂമിയിൽ നമ്മളെ സമ്പന്നന്മാരാക്കാനല്ല യേശു ലോകത്തിൽ വന്നത്, നമ്മെ ആത്മീയമായി സമ്പന്നരാക്കി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കാൻ വേണ്ടിയാ കുഞ്ഞാട് തന്റെ രക്തം കാലുകളിൽ ഊറ്റി തന്നത്. അതിന് മുന്നോടിയായി യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നുള്ളത് അതേക്കുറിച്ചാണ് ഇവിടെ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. നീ എനിക്ക് നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേൽ അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അവിടെ പ്രാർത്ഥിക്കുകയാണ്, മഹത്വപ്പെടുത്തണമേ, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം കൊടുക്കുന്നുവല്ലോ. അപ്പൊ സകല ജഡത്തിന്മേൽ എന്ന് പറയുമ്പോൾ അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായം 17-ാം വാക്യത്തിലും യെരമ്യാവിന്റെ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യം സകല എന്നുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. സകല എന്ന് പറയുമ്പോൾ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകൽ പറഞ്ഞാൽ കാണുന്ന എല്ലാവരുടെ മേലും പകരുന്നല്ല അതിൻ്റെ അർത്ഥം. സകല ജാതികളുടെ മേലും, വംശങ്ങൾ, ഭാഷകൾ, അങ്ങനെയുള്ളതായ യാതൊന്നുമില്ലാതെ ലോകത്തിലുള്ള സകല വംശങ്ങൾക്കും അവൻ ആത്മാവിനെ പകരും. പണ്ടുണ്ടായിരുന്ന അഭിഷേകവും കാര്യങ്ങളൊക്കെ ലേവ്യ പൗരോഹിത്യവും അഗരോന്യവർക്കവും അല്ലെങ്കിൽ ഇസ്രായേലിനകത്തുള്ള ബന്ധ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അതുപോലെ പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യാൻ വേണ്ടി ആ ഒരു ഗോത്രങ്ങളോട് ബന്ധത്തിൽ ആയിരുന്നു നിലനിന്നിരുന്നെങ്കിൽ അതാ പറഞ്ഞ അതല്ല, അഭിഷേകം സാർവത്രികമായിരിക്കും സകല ജഡത്തിന്മേലും. അതിനെ ഹൃദയം അറിയുന്ന ദൈവം മനുഷ്യനെ ഏത് കുലത്തിൽ നിന്നോ ഗോത്രത്തിൽ നിന്നോ ഏത് വംശത്തിൽ നിന്നോ ഭാഷയിൽ നിന്നോ ഉള്ളവനെന്ന് നോക്കാതെ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ പ്രാപിക്കുവാനും ഏവർക്കും ആത്മാവിനെ പ്രാപിക്കുവാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ യെരമ്യാ 32-ാം അധ്യായത്തിൽ പറയുന്ന സകല ജഡത്തിന്മേലും എൻ്റെയും ദൈവമല്ലോ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം അത് മനുഷ്യരക്ഷയുള്ള ബന്ധത്തിലാണ്. സകല മനുഷ്യരെ രക്ഷിക്കുന്നതിന് യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതെന്ന് ഈ സകല ജഡത്തിന്മേൽ അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ക്രിസ്തു മുഖാന്തരമല്ലാതെ നിത്യജീവൻ പ്രാപിക്കുകയില്ല എന്നുള്ളതിന്റെ വ്യക്തത ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അപ്പോൾ സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് കാരണമായിത്തീരുന്നത് അതിനുള്ള അധികാരം, പാപമോചനത്തിലുള്ള അധികാരം യേശു ക്രിസ്തുവിനാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാപമോചിപ്പാനുള്ള അധികാരം, രക്ഷിപ്പാനും ശിക്ഷിപ്പാനുമുള്ള അധികാരം യേശുവിനാണ്, തൻ്റെ പുത്രനാണ്, വചനമാം ദൈവത്തിനാണ്. അവനാണ് രക്ഷിക്കുന്നവൻ, അവനാണ് മനുഷ്യനെ ശിക്ഷിക്കുന്നതും. അവൻ രക്ഷിപ്പാനും ശിക്ഷിപ്പാനുള്ള അധികാരം അഥവാ മനുഷ്യനെ പാപം മോചിപ്പിക്കുവാനും പാപം മോചിക്കാത്തവരെ മോചിക്കപ്പെട്ട് കിട്ടാത്തവരെ ശിക്ഷിക്കുവാനുമുള്ള അധികാരം സകല ജഡത്തിന്മേലും കൊടുത്തിരിക്കുന്നത് തൻ്റെ പുത്രനാണ്. ഇവിടെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ പറയാണ്, പ്രാർത്ഥിക്കും പറയാം, നീ നൽകിയിട്ടുള്ളവർക്കെല്ലാം നിത്യം സകല മനുഷ്യൻ രക്ഷ പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടെ ആരും ശിക്ഷിക്കപ്പെടരുത്, ആരും നരകാഗ്നിയിൽ പോകരുതെന്നുള്ള ആ ആഗ്രഹത്തോടെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ ആഗ്രഹം അതായിരുന്നു, ഒരൊറ്റ മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകരുത്. എന്നാൽ ദൈവം അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യനും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം തീരുമാനമെടുത്തിരുന്നെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടേനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വിളിയുടെ ആവശ്യമില്ലായിരുന്നു, എല്ലാവരും റിലീസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അതല്ല, ഇവിടെ ഒരു വിൽ പവർ ദൈവം തന്നിരിക്കുകയാണ്, തിരഞ്ഞെടുക്കാനുള്ള ഒരു വഴി ദൈവം തന്നിരിക്കുകയാണ്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തിരസ്കരിക്കാം. പക്ഷെ എല്ലാ മനുഷ്യർക്കുമുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള രക്ഷയുടെ മാർഗമാണ്. നാഴിക വന്നു, പിതാവേ, ഞാൻ എൻ്റെ ജീവിതം കാൽവറിയിൽ ഹോമിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ മരിക്കുന്നതിന്റെ രക്തം ഊറ്റിക്കൊടുക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടി നീ കരുതിയിരിക്കുന്ന ആ പാപക്ഷമയുടെ അത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്, നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനാണ് എന്നാണ് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നല്ലോ. എന്നിട്ട് പറയാണ്, എന്താണ് ഏകസത്യതയുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. കർത്താവ് ഇവിടെ പറയുകയാണ്. യേശുവിടെ പിതാവിനോട് പറയാ, പിതാവേ, ഇതാണല്ലോ നിത്യജീവൻ, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയും തന്നെ നിത്യജീവനാകുന്നു. ഒരറിവാണ് മനുഷ്യനെ പാപത്തിന് അടിമപ്പെടുത്തി കളഞ്ഞത്. നമുക്കറിയാമല്ലോ, അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ഇരുളായിരിക്കുന്ന സാത്താന്റെ പ്രവൃത്തി മുഖാന്തരം ഹൗവ ഭക്ഷിച്ച മുഖാന്തരമായി ആദമും അതിന് കൂട്ടാളിയെ തീർന്ന് മനുഷ്യവംശം മുഴുവൻ സാത്താനിക അറിവിന്റെ ആ വഞ്ചനയിൽ പെട്ടുപോയി. നമുക്കറിയാം, ഇന്ന് ലോകത്ത് എത്രയോ പേരാണ് വഞ്ചിക്കപ്പെടുന്നറിയാമോ.
ഫോൾസ് പ്രോമിസസുകൾ, പലതായി തെറ്റായിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ. ഏതെങ്കിലും വിധത്തിലുള്ളതായ ന്യായമല്ലാത്ത ഏതെങ്കിലും രീതിയിലുള്ള ആരെങ്കിലും വാഗ്ദാനം ചെയ്ത് അതെല്ലാം ചതികളാ, അതെല്ലാം ഉപായങ്ങളാ, അതിൽ പെട്ടുപോകരുത്. നമുക്കറിയാം കോടിക്കണക്കിന് ആൾക്കാരുടെ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് മനുഷ്യനെ വഞ്ചിക്കുന്നറിയാമോ? പ്രോമിസ് കൊടുക്കും, വാഗ്ദാനം കൊടുക്കും. അവര് 10% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരുന്നെങ്കിൽ ഞങ്ങൾ 25% തരാമെന്ന് പറയുമ്പോൾ അതിനകത്ത് വീണു പോവുകയാണ് പലരും. അന്നുണ്ടായ ചതി ഇന്നും നടന്നുകൂട്ടി. അതുകൊണ്ട് ന്യായമല്ലാത്ത കാര്യങ്ങൾ ആര് പ്രോമിസ് ചെയ്താലും അതിൻ്റെ അകത്ത് വീണു പോകരുതെന്നും ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുന്നു. ന്യായമുള്ളത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ന്യായമല്ലാത്ത വരുമ്പോൾ മനസ്സിലാക്കിയാൽ മതി, ഇത് വേഷം പൂണ്ട് വന്നിരിക്കുന്ന ചതിയാണ്. പണ്ട് ഏതനിൽ കടന്നു വന്ന അതേ രീതിയിലുള്ള ഉപായമാണ് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ആ അറിവ് തെറ്റായിട്ടുള്ള അറിവാണ്, മനുഷ്യൻ നാശത്തിലേക്ക് നയിക്കുന്നതാണ്. ആ അറിവിനെ പരാജയപ്പെടുത്തി മനുഷ്യനെ നിത്യജീവനിലേക്ക്, നിത്യമരണത്തിന് കീഴ്പ്പെട്ടുപോയ മനുഷ്യനെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ദൈവപ്രവൃത്തിയാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നത് ആ വലിയൊരു ആഴമേറിയ അർത്ഥത്തിലാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പറയാണ്, വെളിപ്പെടുത്തുകയാണ്, നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ ഏകസത്യതയുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയും തന്നെ നിത്യവനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകസത്യതയുമായ ദൈവത്തെയും അവൻ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താകുന്നു നിത്യജീവൻ എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അതേക്കുറിച്ച് യേശു ഇതിനു മുമ്പ് പല കാര്യങ്ങൾ മനുഷ്യനോട് സംസാരിച്ചത്. മത്തായി സുവിശേഷം 19 അധ്യായം അതിന്റെ 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ രക്ഷ എന്നുള്ളത് പലപ്പോഴും പലർക്കും അറിയത്തില്ല. നമ്മൾ പലപ്പോഴും ആദ്യമേ ചോദിക്കുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ എന്നാണ് ചോദിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നതിന്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെടുന്നതിന്റെ അർത്ഥം എന്താ? എന്താണ് രക്ഷിക്കപ്പെടുക എന്നുള്ളതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? കർത്താവ് ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. രക്ഷകനായിരിക്കുന്ന യേശു, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം നിത്യജീവനെ പ്രാപിച്ചുവോ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, അല്ലെങ്കിൽ നമ്മൾ രക്ഷ സന്ദേശമായിട്ട് പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ രക്ഷിക്കപ്പെട്ടോ സഹോദര സഹോദരിയെ ചോദിക്കുന്ന അർത്ഥം, നീ യഥാർത്ഥത്തിൽ ഏകസത്യദൈവമായിരിക്കുന്ന പിതാവാം ദൈവത്തെയും പുത്രനാകുന്ന രക്ഷിക്കാണമായിട്ടുള്ള പുത്രനാം ദൈവത്തെയും നിനക്കറിയാമോ? അവൻ അവനാൽ ഈ ലോകത്തിന് സ്ഥാപിതമായിരിക്കുന്ന പുതിയ നിയമത്തിലൂടെ അവന്റെ രക്തമുഖാന്തരമുള്ള പാപമോചനത്തിന് നീ അർഹനായി തീർന്നു എന്നാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് മനുഷ്യരോട്. അപ്പോൾ സുവിശേഷകര് ഒരാളെ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: പിതാവാം ദൈവത്തിന്റെ സ്നേഹത്താൽ പുത്രനാം യേശു ക്രിസ്തു കാൽവരിയിൽ തൻ്റെ ജീവൻ തുറന്ന ജീവന്റെ പുതുവഴിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സന്ദേശമാണ് പരിശുദ്ധാത്മാവാൻ ദൈവം ദൈവമക്കളിലൂടെ മറ്റുള്ളവർക്ക് അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷയും നിത്യജീവനും ഒന്നാണെന്നുള്ളത് നമുക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മത്തായി സുവിശേഷം 19 അധ്യായം അതിന്റെ 16 വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കും. കാരണം രക്ഷ എന്താണ്, നിത്യജീവൻ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി. പലപ്പോഴും ഈ രക്ഷയുടെ സന്തോഷം അല്ലെങ്കിൽ ആത്മസന്തോഷം എന്നൊക്കെ പറയാൻ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. രക്ഷ എന്താ? രക്ഷിക്കപ്പെട്ടോ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ട കൂട്ടമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിത്യജീവനെ പ്രാപിച്ചവരാണ് നാം എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ 10 അധ്യായത്തിൽ പറയുക. 16 വാക്യത്തിൽ അനന്തര ഒരു ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, എന്താണ് നിത്യജീവൻ എന്നുള്ളത്. നിത്യജീവനെ ഇവൻ അറിയാം നിത്യജീവനെ പ്രാപിക്കാൻ. ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഈ കർത്താവ് പറഞ്ഞ് അവൻ വളരെ വിഷമിച്ചു പോയി. വളരെ സമ്പത്തുള്ളവനാകിയാൽ അവൻ കർത്താവ് പറഞ്ഞ കുറവ് പരിഹരിക്കുവാൻ സാധിക്കാതെ അവൻ പോകാണ്ട് എത്തുന്നത്. ഇവന് ഇങ്ങോട്ട് വന്ന് ചോദിക്കരുത്. നമ്മളെല്ലാം വിചാരിക്കരുത് അതുകൊണ്ട് ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിക്കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞില്ല. അവനത് ചോദിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞു, നീ കൽപ്പനകളെ പ്രമാണിക്കാന്ന് പറഞ്ഞപ്പോൾ യേശു അവനെ സ്നേഹിച്ചു. അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് യേശുവിനോട് സൽഗുണപൂർണ്ണമാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദൈവത്തിൽ കൊടുക്കാന്ന്, എന്നാൽ സ്വകാര്യത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ വചനം കേട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. യേശുവിനടുക്കൽ വന്ന് ദുഃഖിച്ചു പോയ
വ്യക്തികളിൽ ഒരുവനാണ് ഈ നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ വന്നു കഥ പറഞ്ഞ് അനുസരിക്കാതെ പോയത്. രണ്ടാമത് ദുഃഖിച്ച് പോയത് നമുക്കറിയാം. അപ്പം ആരെല്ലാം വന്നിട്ട് ദൈവം പറഞ്ഞ് അനുസരിക്കുന്നില്ലയോ ദുഃഖം ഉണ്ടാകും. എന്നാൽ ആരെല്ലാം യേശു പറഞ്ഞ് അനുസരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇവൻ വന്ന് ചോദിക്കുകയാണ് അങ്ങോട്ട് ചെയ്തത്. ഇപ്പം കർത്താവ് പറഞ്ഞു, യേശു തന്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെയെന്ന് ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയോടെ കടക്കുന്ന എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറയുന്നത് രക്ഷയാകുന്നു, മനുഷ്യന്റെ രക്ഷയാകുന്നു. അപ്പോൾ ഇവിടെ നമ്മളത് പലപ്പോഴും നമ്മുടെ ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ എടുത്ത് ഉദ്ധരിക്കാറുള്ളത്. കുഴപ്പമില്ല, നല്ലതാണ്, നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ ഇതിന്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കി വേണം നാം ചിന്തിക്കാനായിട്ട് എന്നാണ് ഞാൻ ഇന്ന് ഓർപ്പിക്കുന്നത്. ഒന്നാം അധ്യായത്തിൽ, ഞാൻ സകലത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് പഴയ നിയമത്തിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഈ വിഷയം എടുക്കുന്നത് ഏത് കാര്യം ദൈവത്തിന് അസാധ്യമല്ല, എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യൻ രക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യർക്ക് അസാധ്യമായത്, മനുഷ്യ പ്രമാണങ്ങൾക്ക് അസാധ്യമായത്, പഴയ നിയമത്തിൽ പ്രമാണത്തിന് അസാധ്യമായതായിരുന്നു നിത്യജീവനെ പ്രദാനം ചെയ്യുക എന്നുള്ളത്. മനുഷ്യന്റെ പാപമെന്ന രോഗത്തെ ചികിത്സിച്ച് അവനെ നിത്യമരണത്തിൽ നിന്ന് അവനെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല എന്നുള്ളതായിരുന്നു ആ മനുഷ്യന്റെ അവസ്ഥ. അതിനെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പറഞ്ഞു, ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ നിത്യജീവനെ പ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇവിടെ യേശു ക്രിസ്തു നിത്യജീവനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെടുവാൻ, നിത്യജീവൻ അതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിനെയും അറിയും തന്നെ നിത്യജീവൻ അഥവാ രക്ഷിക്കപ്പെടുന്നതാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്ന് നിന്നെ മഹത്വപ്പെടുത്തി. ഇപ്പോൾ ഇവിടെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രക്ഷിക്കപ്പെടുക അതിന്റെ അർത്ഥം നിത്യജീവനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ട ശേഷമായി അധികമധികമായി ആ നിത്യജീവന്റെ ധാരാളം പ്രാപിക്കുക എന്നുള്ളത് കാണിക്കുന്നത് ആത്മവളർച്ചയെ കാണിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു മുഖാന്തരമുള്ള പാപക്ഷമ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് കഴിയുക എന്നുള്ളത് മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. ഇവിടെ എത്ര കോടി രൂപ ചെലവഴിച്ചാലും, ഏതെല്ലാം ഗവൺമെന്റുകൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും, ഒരു മനുഷ്യന്റെയും പാപത്തെ മോചിപ്പിക്കുവാൻ ഇവിടെയുള്ള ഒരു സ്വർണത്തിനോ വെള്ളിക്കോ പൊന്നിനോ, ഇവിടെയുള്ള ഒരു മതസംഹിതകൾക്കോ, ഇവിടെയുള്ള ഒരു അധികാരങ്ങൾക്കോ പാർട്ടികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ കഴിയത്തില്ല. മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടുവാൻ വേണ്ടി ഒരേ ഒരു മാർഗമേ ഉള്ളത്. മനുഷ്യർക്ക് അസാധ്യമായ കാര്യമാണെന്നാൽ ദൈവത്താൽ സാധ്യമായത്. അങ്ങനെയാണെങ്കിൽ ഇത് രാത്രിയിൽ നാം സന്തോഷിക്കണം. മനുഷ്യരാൽ അസാധ്യമായ കാര്യത്തെ ദൈവം എനിക്ക് സാധ്യമാക്കി തന്നു. ഞാൻ വിശ്വസിച്ച് മുഖാന്തരം ഞാൻ രക്ഷിക്കപ്പെട്ടു. നിത്യജീവനും അതിൻ്റെ തേജസ്സിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത് ഓർത്തുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് സമ്പത്തുള്ളവർ ലോകത്തിലുണ്ട്. പക്ഷേ ഇന്നും രക്ഷ എന്താണെന്നോ, യേശുക്രിസ്തു മുഖാന്തരമുള്ള യഥാർത്ഥമായ അറിവെന്താണെന്നോ ഇതുവരെ തിരിച്ചറിയാതെ പാപത്തിന്റെ ചതിയിൽപ്പെട്ട് കിടക്കുന്ന അനേകർ കിടക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം സന്തോഷിക്കുന്നത്, ദൈവമേ, എനിക്ക് അസാധ്യമായിരുന്നത് സാധ്യമാക്കി തീർത്ത ദൈവത്തിന് രാത്രി സ്തോത്രം ചെയ്യണപ്പോൾ നിത്യജീവൻ പ്രാപിച്ചവരാരും ദിവസങ്ങളിൽ കൂനിക്കൂടി ഇരിക്കരുത്, കരഞ്ഞുകൊണ്ടിരിക്കരുത്, ഭാരപ്പെട്ടിരിക്കരുത്. ഏത് വിഷയം വന്നാലും പറയണം, എനിക്കിതിനപ്പുറമായ ഒരു ജീവിതം ദൈവം നിത്യതയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനെന്നെ പ്രാപ്തനാക്കിയതിനായി ദൈവത്തിന് രാത്രി സ്തോത്രം ചെയ്യണം. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ നിത്യജീവന്റെ വിലയോർത്ത് രാത്രി സന്തോഷിക്കുന്ന ദിവസമാക്കി ഇന്നല്ല ഇനി മുതൽ നാം സന്തോഷിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ അകത്ത് വരുമ്പോൾ, ഭാരം വരുമ്പോൾ, വേദന വരുമ്പോൾ നിരാശപ്പെട്ടിരിക്കുകയല്ല. നിത്യതയുടെ ഘനമോർത്ത്, ദൈവം തന്നിരിക്കുന്ന വലിപ്പമോർത്തുകൊണ്ട് നമുക്ക് ദിവസം സന്തോഷിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത് എനിക്ക് നിങ്ങൾക്കും എല്ലാം ആവശ്യമാണ്. നമ്മളെല്ലാം മനുഷ്യരാ. നമ്മളൊക്കെ ഭാരം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകും, വേദനിച്ചു പോകും. നമ്മൾ കട്ടിലിൽ നിന്ന് എഴുന്നേക്കത്തില്ല, ക്ഷീണമായിരിക്കും, നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അകപ്പാടെ ക്ഷീണമായിരിക്കും. എന്നാൽ
അകത്തി സന്തോഷം, ദൈവം തന്നിരിക്കുന്ന രക്ഷയുടെ സന്തോഷം ഓർത്തുകൊണ്ട് കർത്താവേ, എന്നെ നീ വിലയ്ക്ക് വാങ്ങിയല്ലോ, ഞാൻ വിലയുള്ളവനാണല്ലോ, നീ എന്നിൽ ചൊരിഞ്ഞിരിക്കുന്നത് വിലയേറിയ ജീവനാണല്ലോ, അത് എന്നെ വീണ്ടെടുത്ത ദൈവസ്നേഹമേ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കാൻ തുടങ്ങ്. ശത്രുവിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന, സന്തോഷം വ്യാപരിക്കുന്നവരുടെ മേൽ ഒരു ശക്തിക്കും അടുത്തു വരാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും അവർ അന്ന് ആടിന്റെ രക്തം പൂശി വെച്ചിരുന്നെങ്കിൽ സംഹാരൻ കടന്നുപോയി, അവിടെ പ്രവേശിച്ചില്ല. അതുപോലെ തന്നെ ഒരു ബാധയും അടുക്കാതെ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മുടെ അകത്തുള്ളത് കൊണ്ട് നമ്മുടെ അകത്തെ ആത്മാവിനെ തൊടാൻ അവന് കഴിയത്തില്ല. പുറമെയുള്ള മനുഷ്യനെ വേണമെങ്കിൽ അവന് ഉപദ്രവിക്കാം, വേണമെങ്കിൽ കൊന്നുകളയാം. പക്ഷേ ദ്രാത്യപ്രണം ഞങ്ങളുടെ അകത്തുള്ള ആത്മാവ് ക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ കൂടാരമാകുന്ന ശരീരം ഇവിടുന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ഇതിന് മീതെ ധരിപ്പാൻ സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു കൂടാരമുണ്ട്, ഞങ്ങൾക്കൊരു ഭവനമുണ്ടെന്ന് ഓർത്തുകൊണ്ട് സന്തോഷിക്കുന്നവരായിരിക്കണം ദൈവമക്കളെന്ന് രാത്രി ഞാൻ ഈ വചനത്താൽ ഓർപ്പിക്കുക. അപ്പോൾ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ യഥാർത്ഥമായ അതിൻ്റെ അന്തസ്സത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. കർത്താവ് വെറുതെ പ്രാർത്ഥിച്ചതല്ല. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. വളരെ ചുരുക്കം വാചകങ്ങളിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് തുറന്നു പറയുന്നത്. എന്തിനാണ് താൻ വന്നതെന്നും പിതാവാൻ ദൈവം തൻ്റെ പുത്രനെ എന്തിനാ അയച്ചതെന്നും ഒക്കെ വെളിപ്പെടുത്തിട്ട് പറയുകയാണ്. നിന്നെ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറയുന്നു. അതാകുന്ന രക്ഷ. യേശു ക്രിസ്തു വന്നില്ലെങ്കിൽ മനുഷ്യന് സാധ്യമല്ല. പ്രവാചകന്മാർ പഴയ നിയമത്തിൽ പ്രവചിച്ചപ്പോൾ ദൈവാത്മാവിൽ അവർ പ്രവചിച്ചു, ദൈവത്തിന് സകലവും സാധ്യമാണ്, എന്നാൽ മനുഷ്യർക്ക് ആർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറയുക, എൻ്റെ കർത്താവിന് കഴിയും. അങ്ങനെയാണെങ്കിൽ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിഷയങ്ങളുമായിട്ടുണ്ടെങ്കിലും രാത്രി വിശ്വസിച്ചു നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചാൽ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും, ചങ്ങലകൾ അഴിഞ്ഞു വീഴും, നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യൻ പുറമേ കെട്ടിയിരിക്കുന്ന ചങ്ങലകളും ബന്ധനങ്ങളും ശത്രു ഒരുക്കിയിരിക്കുന്ന സകല കാര്യങ്ങളെയും അഴിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ഒരുവനുണ്ട്. അവനത് തക്ക സമയത്ത് ചെയ്ത് നമ്മളെ സ്വതന്ത്രരാക്കും. ശത്രു വിറങ്ങലിച്ചു പോകും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും. ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ ബന്ധിക്കാൻ കഴിയത്തില്ലെങ്കിൽ അവന് പുറമേ ഉള്ളതിന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അതിനെ എൻ്റെ കർത്താവ് അറിയാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുകയില്ല. ദൈവം അറിയാതെ ഒരു പോറൽ പോലും ഏൽക്കുവാൻ ദൈവമക്കൾക്ക് ദൈവം സമ്മതിക്കുകയില്ല. അവന്റെ സേവകാത്മാക്കളായിരിക്കുന്ന ദൂതന്മാരെ ദൈവം കാവലിട്ടിട്ടുണ്ട്. അതാ പറയുക, ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാർ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ചെറിയ കാര്യമല്ല. നമ്മളൊക്കെ വിചാരിക്കും രക്ഷിക്കപ്പെട്ടപ്പോൾ ചെറിയ കാര്യമായി എഴുന്നേറ്റൊന്നു യഥാന വിശ്വാസത്തിൽ ചോദിച്ചു ഒന്നും സംഭവിച്ചെന്ന് വിചാരിക്കുന്നു. അല്ല, ഇവിടെ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടായി. നാം വിശ്വാസം നിൽക്കുന്ന ഓരോ ദിവസവും സ്വർഗത്തിൽ സന്തോഷമാണ്. വളരുന്തോറും സ്വർഗത്തിന് സന്തോഷമാണ്. പിതാവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുക മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് സന്തോഷമുണ്ടായ വിഷയമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. സ്വർഗത്തിൽ നമ്മുടെ പേര് പറഞ്ഞില്ലേ, നമ്മുടെ പേര് അവിടെ രേഖപ്പെടുത്തിയില്ലേ, എന്നിട്ടാണോ നാം ഇത്രയും മാത്രം നിരാശപ്പെടുന്നത്? അതുകൊണ്ട് രാത്രിയിൽ എല്ലാ ഹൃദയങ്ങളും സന്തോഷിക്കണം. എന്നൊക്കെ ഒരു സ്വർഗത്തിൽ സന്തോഷമുണ്ട്. എന്നിട്ട് നമ്മൾ ഭൂമിയിൽ നിരാശപ്പെട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തിൽ സന്തോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ആത്മീയ സന്തോഷത്തിന്റെ ദൂതന്മാർക്ക് നമ്മളെ കാണുമ്പോൾ സന്തോഷമാണ്. അവർ സ്വർഗത്തിൽ സന്തോഷിക്കുക. ഒരു മനുഷ്യൻ ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാർ സന്തോഷിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തി. സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിന് സന്തോഷമുണ്ടാകുമ്പോൾ ഭൂമിയിൽ നമ്മളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി ശത്രു ശ്രമിക്കും. ഏതെങ്കിലും വിധത്തിൽ ആ സന്തോഷം സ്വർഗത്തിൽ മൗനത ഉണ്ടാക്കുവാൻ വേണ്ടി എന്റെയും നിങ്ങളെയും വിശ്വാസത്തിന് പുറകോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശത്രു ശ്രമിക്കുമ്പോൾ ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. സ്വർഗം നമ്മളെക്കുറിച്ച് എപ്പോഴും സന്തോഷിക്കണം. അതായത് യോബിനെ കുറിച്ച് സന്തോഷിച്ചെങ്കിൽ, പത്രോസിനെ കുറിച്ച് സന്തോഷിച്ചെങ്കിൽ, പൗലോസിനെ കുറിച്ച് സന്തോഷിച്ചെങ്കിൽ, ദിവസങ്ങളിൽ നമ്മളെക്കുറിച്ചും സ്വർഗം സന്തോഷിക്കട്ടെ. അതുകൊണ്ട് നിന്നെ ജനിപ്പിച്ചവൻ സന്തോഷിക്കട്ടെ വചന പ്രകാരം നമുക്ക് ജീവൻ തന്നിരിക്കുന്ന, ആത്മരക്ഷ തന്നിരിക്കുന്ന നമ്മുടെ കർത്താവ് സന്തോഷിക്കാനുള്ള ജീവിതമാർഗം
പറഞ്ഞിരിക്കുന്നുണ്ട്. രക്ഷയുടെ സന്തോഷത്തിൽ നാം അനുദിനം വളർന്നു വരണം. അങ്ങനെ അകത്ത് സന്തോഷമുണ്ടെങ്കിൽ പുറത്തെ തീയുടെ ചൂട് വിഷയമില്ല. അകത്ത് സന്തോഷമുണ്ടെങ്കിൽ സിംഹത്തിന്റെ ഗുഹയെ നീ പേടിക്കണ്ട. അകത്ത് സന്തോഷമുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട, വിചാരപ്പെടേണ്ട. എൻ്റെ ദൈവം എല്ലാം നടത്തുവാൻ വിശ്വസ്തൻ, മതിയായവൻ, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവിന്ന് നമ്മളെ ഓർപ്പിക്കുന്നു. എന്നിട്ട് ഇവിടെ പറയുകയാണ്, നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. എന്താ പറയാണ്, നാഴിക വന്നു. കനാവിൽ കല്യാണത്തിനന്ന് വെള്ളത്തെ വീഞ്ഞാക്കി മനുഷ്യനെ മനുഷ്യനുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുവാൻ വേണ്ടി യേശു ലോകത്തിൽ വന്ന് വെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ പ്രസക്തമായിരുന്ന, ഞാനത് എടുത്തായിരുന്നു, കൽപ്പരണിക്ക് അവിടെ പ്രയോജനമില്ലായിരുന്നു, അവിടെ വെള്ളത്തിന് അവിടെ പ്രയോജനമില്ലായിരുന്നു. രണ്ട് വസ്തുക്കൾക്ക് അവിടെ പ്രയോജനമുള്ള കാര്യമായിരുന്നില്ല. കാരണം കൽപ്പരണികളുടെ ശുദ്ധീകരണത്തിന്റെ സമയം കഴിഞ്ഞു, സദ്യ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കൽപ്പരണി കൊണ്ട് ആവശ്യമില്ല, അവിടെ കയറി ഇടാൻ പ്രവേശിച്ച പിന്നെ അതിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ അവിടെ വെള്ളത്തിന്റെ അല്ല ആവശ്യമുണ്ടായിരുന്നു. വെള്ളം കോരിക്കൊണ്ടേ കൊടുത്താൽ വെള്ളം ഇഷ്ടംപോലെ, വെള്ളത്തിന്റെ അല്ല ആവശ്യം, വെള്ളവും ആവശ്യമില്ല. എന്നാൽ അവിടെ ഇത് രണ്ടും പ്രസക്തമല്ലായിരുന്നു. മനുഷ്യൻ അങ്ങനെ ആറ് കൽപ്പനകൾ കാണിക്കുന്നത് അപ്രസക്തമായിരിക്കുന്ന മനുഷ്യനെ കാണിക്കുന്നത്. ഞാനും നിങ്ങളും കൽപ്പനകളായിരുന്നു. നമ്മുടെ ശരീരത്തിൽ വെള്ളമാകുന്ന ജീവൻ ഉണ്ടായിരുന്നു, നമ്മളിൽ ഉണ്ടായിരുന്നു. പക്ഷേ വീര്യമില്ലായിരുന്നു, അതിൽ ദൈവത്തിന്റെ ശക്തിയില്ലായിരുന്നു, പാപത്തിന്റെയും മരണത്തിന്റെയും പിടിയിൽപ്പെട്ടതായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ വാക്ക് മുഖാന്തരമായി നമ്മുടെ ശരീരത്തിനകത്ത് യേശു ക്രിസ്തുവിന്റെ ആ വാക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അകത്തുണ്ടായിരുന്ന ആ ജീവനായിരിക്കുന്ന വെള്ളം അത് ശക്തി പ്രാപിച്ചു, ബലം പ്രാപിച്ചു, ആത്മീയ ശക്തി പ്രാപിച്ച് നാം എന്തായി തീർന്നു, അഭിഷേകമുള്ളവരായി തീർന്നു, നിത്യമുള്ളവരായി തീർന്നു, പുതുക്കം പ്രാപിപ്പാടെ പുതുവീഞ്ഞായി തീരുവാൻ ഇടയാക്കി തീർന്നതിനാണ് അവിടെ കാണിക്കുന്നത്. അത് എങ്ങനെ പ്രാവർത്തികരമാക്കുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തു ലോകത്തിൽ വന്ന് അവൻ നമുക്ക് വേണ്ടി അവന്റെ പ്രവൃത്തിയെ തികച്ച് അവൻ ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളെയും പിതാവാൻ ദൈവം തനിക്ക് കൊടുത്ത പ്രവൃത്തി ഒന്നൊന്നായി ചെയ്ത് ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ നമുക്കാണ് സാധിക്കും, മരിച്ചവരെ ഉയർപ്പിച്ചും കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തും ദൈവം എന്തെല്ലാം കഴിഞ്ഞ സാധാനിക പ്രവൃത്തികളെല്ലാം ദൈവം അഴിപ്പാടിയാ തീർന്നു. അതുകൊണ്ട് അർത്ഥം ഇതെല്ലാം മനുഷ്യന്റെ വംശത്തിലുണ്ടായിരുന്നു. കുടന്മാരും ചേടന്മാരും മുടന്തന്മാരും ഒക്കെ കഥ പറഞ്ഞു, ഞാൻ അറിയാതെ ഒന്നും ജനിച്ചിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഒന്നിച്ചിരിക്കുമ്പോഴും ഈ ലോകത്തുണ്ടായിരിക്കുമ്പോൾ അതിനെല്ലാം മാറ്റിയിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെയുള്ളതില്ലാത്ത ഒരു ബലഹീനതയില്ലാത്ത രാജ്യം കർത്താവ് സ്ഥാപിക്കും. അതിനുവേണ്ടി കർത്താവ് ഇന്ന് കാണുന്ന അസമത്വങ്ങളും രോഗങ്ങളും വെല്ലുവിളികളും ഭാരങ്ങളും ദുഃഖങ്ങളും യുദ്ധങ്ങളും എല്ലാം ഇല്ലാതായി നാം ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ, അത് ദൈവം വെളിച്ചത്തിന്റെ ദൈവം ദൈവം അത് അവൻ സ്ഥാപിതമാക്കുവാൻ വേണ്ടി വീണ്ടും വരും എന്നുള്ളതും നാം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, നീ എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഇനി ഒരൊറ്റ പ്രവൃത്തി മാത്രമേ ഉള്ളൂ, നാഴിക വന്നിരിക്കുകയാണ്. നീ എനിക്ക് തന്നിരിക്കുന്ന അവസാനത്തെ പ്രവൃത്തിയായിരിക്കുന്ന ആ നിത്യജീവന് വേണ്ടി, മനുഷ്യവംശത്തിന് വേണ്ടി ജീവിതം നൽകുന്നതിനെ ആ കാര്യം കൂടി തീർച്ചു കഴിഞ്ഞാൽ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് തന്റെ പ്രവൃത്തിയെ തികയ്ക്കാൻ പോകുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന നീ ജീവൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. എന്നാൽ സകലവും നിവൃത്തിയിരിക്കുന്നത് കാൽവറി ക്രൂശിലാണ്. അവസാനമായി അവന്റെ പ്രാണനെ വിടുമ്പോഴാണ് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പിതാവേ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. ഇവിടെ കഥ പറയാണ്, ലോകമുണ്ടാകും മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്ന എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ തന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തുക. അതിന്റെ അർത്ഥം കാണിക്കുന്നത് യേശു ക്രിസ്തു അനാദിയായി ദൈവമാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ്, അഥവാ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദിസ് എർത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായി തന്നെ യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കലുണ്ടായിരുന്ന വചനമായിരുന്നു. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ
നിന്റെ മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അവിടെ പറയുകയാണ് കർത്താവേ, ആ മനുഷ്യനെ സൃഷ്ടിക്കുന്ന അപ്പൊ ആരംഭത്തിങ്കൽ തന്നെ അവസാനം കണ്ടുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ വചനമാ ദൈവം ഈ അവസാനത്തിങ്കൽ വന്ന് ലോകാവസാനത്തിങ്കൽ വന്ന് അവന്റെ ജീവനെ കൊടുത്ത് തേജസ് ഇല്ലാതെ വന്ന് മനുഷ്യനെ രക്ഷിക്കണമെന്നുള്ളത് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള പദ്ധതിയായിരുന്നു. എങ്കിൽ മാത്രമേ തേജസ്സിന്റെ മക്കൾ സ്വർഗാസ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ, അല്ലെങ്കിൽ വിവിധ നിലവാരങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ദൈവം വിഭാവനം ചെയ്തിരുന്നതായ പുതിയ ആകാശ പുതിയ ഭൂമിയും അവിടേക്ക് പ്രവേശിക്കപ്പെടുന്ന നിത്യയോഗ്യരായ മനുഷ്യരെയും സ്വർഗീയ യെരൂശലേമിനെയും ഒക്കെ മുന്നമേ കണ്ടുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം പദ്ധതിയിട്ടപ്പോൾ അന്നേ പ്ലാൻ ചെയ്തതാണ് ഈ കഥ. പ്രാർത്ഥിക്കുകയാണ് അന്ന് അതിന് ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ്, മനുഷ്യർ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ആ മഹത്വമുണ്ടല്ലോ, അത് ഞാൻ ഒഴിഞ്ഞു വയ്ക്കുവാൻ വേണ്ടിയാണ് അന്ന് പ്ലാൻ ചെയ്തത്. അതനുസരിച്ചാണ് ഞാൻ ലോകത്തിൽ വന്നത്. അപ്പോൾ ഇത് പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, എൻ്റെ പ്രവൃത്തി തീർന്നു കഴിയുമ്പോൾ, അതിനു മുമ്പുള്ള അതേ പദവിയിലേക്ക്, ആ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവരണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് അറക്കപ്പെട്ട കുഞ്ഞാണെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം അതാണ്. എൻ്റെ അർത്ഥം അന്നേ അത് തീരുമാനമെടുത്തു, ഇങ്ങനെ കഷ്ടം സഹിക്കണം, വേദന സഹിക്കണം, നിന്ന സഹിച്ചേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അനേക പുത്രന്മാരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് ദൈവം പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ അതുകൂടെ വരയ്ക്കുന്ന അതിന് മുമ്പുണ്ടായിരുന്ന, അപ്പൊ അന്ന് തീരുമാനം എടുത്തപ്പോൾ തന്നെ അവൻ കുറിക്കപ്പെട്ടു. അവൻ എന്ത് ചെയ്തു? അവനെ എന്ത് ചെയ്തു? അവനെ നിർണയിക്കപ്പെട്ടു, വേർതിരിക്കപ്പെട്ടു. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ യേശു ക്രിസ്തു എന്ന മനുഷ്യനായി ലോകത്ത് വരണമെന്നും വചനവാൻ ദൈവം ലോകത്ത് വരണമെന്നും അവന്റെ തേജസ് അവൻ ഒഴിച്ചു വെച്ച് വരണമെന്നുള്ളതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ഇത് തേജസ്സൊക്കെ എങ്ങനെയാ ഒഴിച്ചു വെച്ച് വേഷത്തിൽ മനുഷ്യ വരുന്നതൊക്കെ ഉള്ളത് സംശയം വരും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെയുള്ള ചിന്തകൾ വരും. 104 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഏകദേശം ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ദൈവം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന തേജസ് ഒഴിച്ചു വെച്ചു എന്നുള്ളതിനെ കുറിച്ച് അവിടെ 104 സങ്കീർത്തനം വായിക്കുമ്പോഴാണ് നമുക്ക് അതേക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഏകദേശം കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ തേജസ് അവിടെ ഒഴിച്ചു വെച്ചു എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവയെ നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശ്ശീല പോലെ നീ ആകാശം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ വലിയവനായ ദൈവമാണ്, നീ വസ്ത്രം ധരിക്കും പോലെയാണ് പ്രകാശത്തെ ധരിക്കുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം വസ്ത്രത്തെ ഊരി മാറ്റുവാൻ കഴിയും. അപ്പോൾ അതുപോലെ നീ വസ്ത്രം ധരിക്കുമ്പോൾ നീ പ്രകാശത്തെ ധരിക്കുന്നു, തേജസ്സും ബഹുമാനവും നീ ധരിച്ചിരിക്കുന്നു, മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. ഈ മഹത്വവും തേജസ്സും വെളിച്ചവും അത് മാറ്റിവെക്കാവുന്നതാണ്, വീണ്ടും അത് പ്രാപിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ കാണിച്ചത്. നമുക്കറിയാം, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നാം ഊരി വെച്ചിട്ടാണ് വേറെ വസ്ത്രം നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്തുവിനെ ധരിക്കുക എന്നതിൻ്റെ അർത്ഥം ഈ ശരീരത്തിന്മേൽ നാം യേശുവിനെ സ്ഥാനത്തെങ്കിൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക എന്നതിൻ്റെ അർത്ഥം യേശുവിൻ്റെ പ്രവൃത്തികരണം നമ്മളിൽ ധരിച്ചിരിക്കുന്നു അവിടെ കാണിച്ചു. അപ്പോൾ ഇവിടെ മഹത്വം, തേജസ്, അതുപോലെ തന്നെ പ്രകാശം, ഇതെല്ലാം കർത്താവ് ധരിച്ചിരിക്കുകയാണ്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവും ധരിച്ചിരിക്കുന്നതാണ്. അപ്പം പുത്രനാം ദൈവത്തിന്റെ മഹത്വവും തേജസ്സും അതുപോലെ തന്നെ പ്രകാശവും അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കി വരണമെന്നുള്ളത് ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടതായതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇവിടെ ഫിലിപ്പിയ ലേഖനമൊക്കെ വായിക്കും മനസ്സിലാകുമല്ലോ. ഇപ്പോൾ മനസ്സിലായല്ലോ. 104 സങ്കീർത്തനമായിട്ട് വായിച്ച് നമ്മളതിനെ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുമല്ലോ. അപ്പോൾ കർത്താവ് ലോകത്തിലേക്ക് മനുഷ്യവേഷത്തിൽ വന്നപ്പോൾ അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന തേജസ്സും ഹോണറും മെജസ്റ്റിയും ലൈറ്റും അതെല്ലാം പ്രകാശമെല്ലാം ദൈവം എന്ത് ചെയ്തു? അത് വചനമാൻ ദൈവം അവിടെ ഒഴിച്ചു വെച്ചിട്ടാണ് ഇവിടെ വന്നത്. അതിലേക്ക് മടക്കിക്കൊണ്ടുവന്ന പറയുന്നത്. പിതാവാൻ ദൈവം തന്റെ പുത്രനെ ഉയർത്തി, ഏറ്റവും മീതെ നാം ഉയർത്തി, അവന് തേജസ്സും ബഹുമാനവും കൊടുത്തു, പ്രകാശം അവനെ ധരിപ്പിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ടെക്സ്റ്റൈൽസുകൾ പരുത്തിയുടെയോ പഞ്ഞിയുടെയോ മറ്റുള്ള തുണികളൊക്കെ ഉണ്ടാക്കി നമ്മൾ ധരിക്കുന്നു, മനുഷ്യൻ ധരിക്കുന്നു. എന്നാൽ
ദൈവം ധരിച്ചിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ. അവൻ അവൻ ധരിച്ചിരിക്കുന്നത് ബഹുമാനവും തേജസ്സും അവൻ ധരിച്ചിരിക്കുന്നു. തേജസ്സും ബഹുമാനവും ധരിച്ചിരിക്കുന്നു. അവൻ വസ്ത്രം ധരിക്കുന്ന പോലെ പ്രകാശത്തെ ധരിക്കുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അത് അവിടെ ഒഴിച്ചു വെച്ച് വീണ്ടും എടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഓണം എന്ന് പറയുമ്പോൾ ഹോളിനെ ഗ്രേറ്റ് റെസ്പെക്റ്റ് എന്നാണ്. ബഹുമാനത്തിൽ യോഗ്യനാണ് നമ്മുടെ കർത്താവ്, ബഹുമാനിക്കുന്നവൻ. എന്നാൽ ലോകത്തിൽ വന്നപ്പോൾ അവൻ അപമാനിക്കപ്പെട്ടു. എന്നാൽ സ്വർഗത്തിൽ അവൻ ബഹുമാന്യനാണ്. എന്ന് ഈ രാത്രിയിൽ സന്ദേശം പറയുമ്പോഴും യേശുവെന്ന നാമത്തെ അവഹേളിക്കുന്ന അനേകരുണ്ട്, നിന്ദിക്കുകയും പരിഹസിക്കുകയും അനേകരുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, സ്വർഗത്തിന്റെ സകല മുഴങ്കാലുകളും മടങ്ങുന്ന, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ബഹുമാന്യനായ അതിഭയങ്കരനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുപോലെ അവൻ മജസ്റ്റി, തേജസ് എന്ന് പറയുമ്പോൾ മൈറ്റിയർ ദാൻ എവരിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തിനേക്കാളും ബലവാനാണ്. അതാണ് ബലവാൻ എന്ന് പറയുന്നത്, മജസ്റ്റി. അവന്റെ ബലത്തിൽ ഒരു ബലവുമില്ല. തേജസ് അതാ പറയുന്നത്, ദൈവത്തിന്റെ മഹത്വം, അവന്റെ ബഹുമാനം ആർക്കും അത് തുലനം ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ ശക്തിയെ ആർക്കും തുലനം ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു കുഞ്ഞാടിനെ പോലെ യേശു ബലഹീനനായി തീർന്നത് എന്നെയും നിന്നെ ഉയർത്താൻ വേണ്ടിയാ, നമ്മെ ബലമുള്ളവരാക്കി മാറ്റുവാൻ വേണ്ടിയാ. പിശാചായിരുന്ന ബലവാനായിരിക്കുന്ന അവന്റെ കയ്യിൽ കടന്നിരുന്ന ബലഹീനായിരിക്കുന്ന എന്നെയും നിങ്ങളെയും വിടിവിക്കാൻ വേണ്ടിയാണ് കുഞ്ഞാടിനെ പോലെ യേശു മജസ്റ്റി ആയിരുന്നവൻ, എല്ലാറ്റേക്കാൾ ബലമുള്ളവൻ, ലോകത്തിൽ അവൻ ബലഹീനനായി തീർന്നത് നമ്മെ വിടിവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവിടെ വയ്ക്കുന്നത് മഹത്വവും തേജസ്സും നീ ധരിച്ച് ഇതെല്ലാം കർത്താവ് അവിടെ ഒഴിച്ചു വെച്ചു. നമുക്ക് വേണ്ടി അവൻ ഇവിടെ വന്നത് ബലവാനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. പക്ഷേ അവത് പുറമേ അല്ലായിരുന്നു, അവന്റെ അകത്ത് ആ ബലം മുഴുവൻ ഉണ്ടായിരുന്നു. അവന്റെ അകത്ത് ബലമുണ്ടായിരുന്നു, അകത്ത് അവൻ മഹത്വപൂർണനായിരുന്നു. അതുകൊണ്ടാണ് ഭൂതങ്ങൾ അലറിയത്, അതുകൊണ്ടാണ് പ്രപഞ്ചം അംഗീകരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നഷ്ടപ്പെടുത്തി ഇവിടെ വരികയല്ല ചെയ്ത യേശു. അവൻ ഇത് അവിടെ അവന്റെ ബഹുമാനം എടുക്കാൻ വേണ്ടി വന്നവനല്ല, അവന്റെ ശക്തി മനുഷ്യരെ വെളിപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. എന്നാൽ എവിടെ വെളിപ്പെടുത്തണമോ, മരണമായിരിക്കുന്ന പിശാചിനെ പരാജയപ്പെടുത്തുവാൻ യേശു മരണത്തെ വരിക്കണമായിരുന്നു. അവനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവൻ അതിനെ ആസ്വദിക്കുകയാണ് ചെയ്തത്. അവൻ ബലവാനായിരുന്നു. മൈറ്റിയർ ദാൻ എനിതിങ് എന്ന് പറഞ്ഞാൽ മരണത്തെക്കാൾ സകലത്തെക്കാളും ബലമേറി മരണത്തെ പരാജയപ്പെടുത്തിയപ്പോൾ യേശു എല്ലാറ്റേക്കാൾ ബലമേറിയവനാണ്. അതുകൊണ്ടാണ് ബലവാനായിരുന്നവൻ എന്ന് പറയും. ബലവാൻ വന്ന് അവനിലും ബലവാനായവൻ വന്ന് അവനെ എന്ത് ചെയ്തു? കവർ ചെയ്ത് അവന്റെ വീട് കവർ ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ശത്രു ലോകത്തിൽ അവൻ മൈറ്ററായി, അവൻ ബലവാനായി, അവൻ മജസ്റ്റിയായി, അവൻ ഇവിടെ വാണപ്പോൾ ബഹുമാനമൊക്കെ അവൻ സ്വീകരിച്ചുകൊണ്ട് അവൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാം അവൻ്റെതായ രീതിയിൽ പല രീതിയിൽ അവൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നമുക്ക് ദൈവത്തിന് കിട്ടേണ്ട ബഹുമാനവും ദൈവത്തിന് കിട്ടേണ്ട മഹത്വവും തേജസ്സും എല്ലാം ഈ ലോകത്തിന്റെ ദൈവം പലരുടെയും ജീവിതത്തിൽ അവനെന്ത് ചെയ്യുന്നു? കടന്നുകൂടി ദൈവത്തിന് കൊടുക്കേണ്ട സകലതും അവൻ അപകരിച്ചു കൊണ്ടുപോകുന്ന കള്ളനാണ്. അങ്ങനെയാണ് കള്ളൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പിശാച് കള്ളനാകുന്നു, ബോഷ്കാകുന്നു പറഞ്ഞാൽ കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് 10-15 രൂപ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് രൂപ മോഷ്ടിക്കുന്നതല്ല അർത്ഥം. ദൈവത്തിന് കിട്ടേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട മജസ്റ്റി, അത് മുഴുവനും അതിനെ മോഷ്ടിച്ചെടുക്കുന്നതിനെയാണ് കള്ളൻ എന്ന് പറയുന്നത്. അപ്പോൾ സാത്താൻ ചെയ്യുന്നത് ദൈവത്തിന് കിട്ടേണ്ട ബഹുമാനവും സാക്ഷാൽ ദൈവത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ആ മഹത്വവും ഓണറും തേജസ്സും ആരാധനയെല്ലാം ദുഷ്ടൻ അവൻ മോഷ്ടിച്ചെടുക്കുന്നതിനെയാണ് കള്ളൻ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ലഭിക്കേണ്ടത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനെയാണ്
ദുഷ്ടനായിരിക്കുന്ന കള്ളൻ പിശാച് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മളെ ദൈവം മോചിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഒരു കാലത്ത് അറിയാതെ നാമും പലതിൻ്റെയും പിന്നാലെ നടന്നതാ. എന്നാൽ ദൈവത്തിന്റെ കൃപയെ സത്യാരാധനക്കാരാക്കി മാറ്റിയപ്പോൾ, ബോഷ്കിൽ നിന്ന് വെളിയിൽ വന്ന് സത്യവചനത്താൽ വീണ്ടും ജനിച്ചപ്പോൾ, നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ ബഹുമാനം മുഴുവനും പിതാവാം ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും മാത്രമെന്നുള്ള തിരിച്ചറിവ് ദൈവം തന്നതിനായി രാത്രി സ്തോത്രം ചെയ്യണം. നാം മോഷ്ടിക്കപ്പെട്ടവരായിരുന്നു, കവർന്നു പോയവരായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ മടക്കി കൊണ്ടുവന്നു, യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമ്മുടെ സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും പുകഴ്ചയും എല്ലാം സത്യദൈവത്തിന് അർപ്പിക്കുന്നത്. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ആരാധനയും തേജസ്സും അവന് കൊടുക്കേണ്ടത് ബഹുമാനമെല്ലാം കൊടുക്കുന്നില്ലെങ്കിൽ, ബോഷ്കിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത് അത് മാറ്റം വരുത്തുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. നമുക്ക് വേണ്ടി അവൻ ധരിച്ചിരുന്ന മഹത്വവും തേജസ്സും പ്രകാശവും ലൈറ്റും അവൻ നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ലോകത്തിൽ വന്ന് അതിനെയെല്ലാം ഈ ലോകത്തിന്റെ പിശാചിനെ പരാജയപ്പെടുത്തി യേശു ക്രിസ്തു വീണ്ടും എന്ത് ചെയ്തു? അവനോട് പറയുകയാണ്, എനിക്ക് പണ്ടുണ്ടായിരുന്ന ലോകസ്ഥാപനത്തിന് മുമ്പ് നാം പ്ലാൻ ചെയ്തിരുന്ന അനുസരിച്ചുള്ള കാര്യങ്ങളെ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് മടങ്ങി വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഇബ്രാഹിം വന്നിരിക്കുന്നവൻ അവനെ മഹത്വവും തേജസ്സും അണിയിച്ചവനായി കണ്ടിരിക്കുന്നു. പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന പുത്രനാം ദൈവത്തിന് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ സിംഹാസനത്തിരിക്കുന്നവനായി തീർന്നു. പിതാവാം ദൈവത്തിന് മുമ്പുണ്ടായിരുന്ന, പിതാവാം ദൈവത്തിനോട് കൂടെ ഉണ്ടായിരുന്ന സമത്വത്തിലേക്ക് അവന് ഉണ്ടായിരുന്ന അതിലേക്ക് തൻ്റെ പ്രവൃത്തിയെ തികച്ച് ജയാളിയായ യേശു ഇന്ന് രാത്രിയിലും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് മഹത്വവും തേജസ്സും മാനവും അവൻ ധരിച്ചിരിക്കുന്നു. അവന് പിതാവാം ദൈവം കൊടുക്കുവാനിടെ സകലനാമത്തിൽ മേലായ നാമമാക്കി തീർന്നു. രാത്രി ഇതേക്കുറിച്ചാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. കർത്താവ് എന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ പ്രവൃത്തി ഇവിടെ തീരുകയാണ്. ലോകസ്ഥാനത്ത് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ പോകുക. ഇത് സാധാരണ രീതി വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ആത്മീയ പ്രകാശം ലഭിക്കുമ്പോഴാ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഏറ്റവും അതിപ്രധാനമായിട്ടുള്ളത് നമ്മുടെ രക്ഷയാകട്ടോ, നമ്മെ തേജസ്സും മാനവും അണിയിക്കാൻ വേണ്ടിയ നഷ്ടപ്പെട്ടു പോയ അതിനേക്കാൾ എത്രയോ മടങ്ങ് ക്രിസ്തുവിന്റെ തേജസ്സും ബഹുമാനത്തിനും നാം കൂട്ടവാശ തിരിക. ആദത്തിന്റെ നഷ്ടപ്പെട്ടു പോയ തേജസ് നൽകുവാൻ വേണ്ടിയല്ല കർത്താവ് ലോകത്തിൽ വന്നത്. അത് നിത്യജീവൻ പ്രാപിക്കുന്നവർക്ക് ലഭിക്കുമെന്നാൽ ക്രിസ്തുവിനോട് ചേരുവാനുള്ള അവന്റെ മണവാട്ടി സഭയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ക്രിസ്തുവിന്റെ തേജസ്സാണ്. രാത്രി കരങ്ങളോട് സ്തോത്രം ചെയ്യണം. കർത്താവെ, അങ്ങയോടുകൂടെ സിംഹാസനത്തിരിപ്പാൻ വേണ്ടി ഞങ്ങൾക്ക് നീ ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പദവി എത്ര വലുതാണ്, ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സും ബഹുമാനവും പ്രകാശവും എത്ര വലുതാണ്. നീ വസ്ത്രം ധരിക്കുന്ന പോലെ ധരിച്ചിരിക്കുന്ന പോലെ നമ്മയും അവനത് ധരിപ്പിക്കും, നമ്മെ ഉടിപ്പിക്കും എന്നുള്ളതാണ് ഇത് രാത്രിയിൽ നമുക്കിത് മനസ്സിലാക്കാം. അപ്പൊ യേശു ക്രിസ്തു തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയാം, തുറന്ന് വായിക്കാം, നാം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞും ഇരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. അവർ എന്റെ ദൗത്യം പൂർത്തീകരിച്ചു. നിൽക്കുന്ന 11 പേരെ കർത്താവ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് ഞാൻ നീ തന്ന വചനം കൊടുത്തിട്ടുണ്ട്, അവരിത് പ്രമാണിച്ചിരിക്കുന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചും ഇരിക്കുന്നു. അവർ മാറിപ്പോകാതെ എന്നോടുകൂടെ സ്ഥിരമായിട്ടുള്ളവരായിരുന്നു. ലോകത്തിൽ അവർക്കും പല ഉത്തരവാദിത്തമുള്ളവരായിരുന്നു, വീടുള്ളവരായിരുന്നു, ഭാര്യയും മക്കളൊക്കെ ഉള്ളവരായിരുന്നു. എന്നാൽ യേശുവിനെ പിരിഞ്ഞവർ പോയില്ല. യേശുവിനോടുകൂടെ അവസാന ഗത്സമന വരെ അവർ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീടും അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കർത്താവ് തൻ്റെ പിതാവിനോട് പറയുക, ഇവരെ നീ എനിക്ക് തന്നല്ലോ, ഇത്രയും പേരെ നീ പേര് പറഞ്ഞ് തന്നിരിക്കുന്ന നാശയോഗ്യനൊഴികെ ബാക്കിയുള്ള എല്ലാവരും കൂടി ഉണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. 11 പേരെ ചൂണ്ടിക്കാണിച്ച് പറയാം. പ്രവൃത്തി അവരെ ഞങ്ങൾക്കുള്ള വിശ്വസിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അവരെ കൈക്കൊണ്ടു, നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. ഇതുവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും പരിശുദ്ധാത്മാവ് അവരെ ഓർപ്പിച്ചെടുത്താൽ മതി. നീ എനിക്ക് തന്ന പ്രവൃത്തിയെ തികയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞു പിതാവേ എന്ന്
പുത്രൻ തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ പിതാവാൻ ദൈവത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുക. ഭൂമിയുടെ പ്രാർത്ഥന അതാണ്. നമ്മുടെ ജീവിതത്തിന് പ്രാർത്ഥന അതായിരിക്കണം. കർത്താവേ, നീ ഒരു ദിവസം തന്നു. എൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ കർത്താവേ, എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഞാൻ ചെയ്യുവാൻ കഴിയും. കർത്താവേ, നീ എന്നെ മഹത്വപ്പെടുത്തണമേ. നീ എന്നെ കർത്താവേ ഇനിയും നിന്റെ ശക്തി എന്നിൽ പകർന്ന് എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. നാം നിരാശപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഭൗതികതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നാം ദിവസങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഈ ദിവസങ്ങളിൽ? കർത്താവേ, നിന്റെ ജീവൻ എനിക്ക് തന്നു. എനിക്ക് രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ ഞാൻ കിടക്കുന്നവരെയും കർത്താവേ, എനിക്ക് കുറച്ച് പേർക്കെങ്കിലും പ്രാർത്ഥിപ്പാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോ ഇതുവരെയും നാം ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മുടെ സ്വന്തം കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? നല്ല പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ഓർക്കുവാനും പാപത്തിലും നാശത്തിലും രോഗത്തിലും പിടിയിലും സാത്താൻ്റെ പിടിയിലും കിടക്കുന്നവരെ മോചിപ്പിക്കുവാൻ പക്ഷെ നമുക്കിറങ്ങി പ്രവർത്തിപ്പാൻ കഴിയത്തില്ലെങ്കിലും പ്രാർത്ഥനയിലെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പം നാം ദൈവസന്നിധിയിൽ നമ്മളെ കൊണ്ടാവുന്നത്ര ചെയ്യുക. ദൈവത്തിന് അല്പത്തിൽ വിശ്വസ്തരെ അധികത്തിന് വിചാരകരാക്കുവാൻ കഴിയും. നമ്മുടെ ആഗ്രഹത്തെയാണ് ദൈവം സാധിപ്പിക്കാൻ പോകുന്നത്. സന്ദേശം മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭൗതിക ജീവിതത്തോടുള്ള വലിയ ചിന്തകളും കടപ്പാടുകളും ഒക്കെ വിട്ടിട്ട് അതൊക്കെ ദൈവം നടത്തിക്കോളും. ദൈവം വിശ്വസ്തനാണ്. നാം ദിവസങ്ങളിൽ ദൈവികാര്യങ്ങൾക്ക് നാം വ്യാപൃതരായി നമ്മളെ ലാഭോളം കഥാനാമത്തിൽ നിൽക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ കാര്യങ്ങളെ ദൈവം നടത്തുമെന്നുള്ളത് ഈ രാത്രി ഞാൻ സന്ദേശമായിട്ട് അറിയിക്കുകയാണ്. ഇവിടെ എന്താ പറഞ്ഞു, ഇവരെ 11 പേരെ എൻ്റെ കൂടെയുണ്ട്. അവർ വിശ്വസിച്ചിരിക്കുന്നു. ഇവർ സാധാരണക്കാരാ, ഒന്നുമില്ലാത്തവരാ. എന്നാൽ നീ തന്നവരായതുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. രാത്രി പ്രിയപ്പെട്ടവരെ, അന്ന് ആ ലോകത്തിൽ ആ യേശുക്രിസ്തുവിൻ്റെ ആ സമയത്ത് ഒരുപാട് ജ്ഞാനികളുണ്ടായിരുന്നു, ഒരുപാട് ന്യായശാസ്ത്രിമാരുണ്ടായിരുന്നു, വചനം അന്നത്തെ ന്യായപ്രമാണം അരച്ചു കലക്കി പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു, പല മേഖലയിലുള്ള ധനാഠ്യന്മാരുണ്ടായിരുന്നു, പല കഴിവുള്ളവരുണ്ടായിരുന്നു. പലരും ഉണ്ടായിരുന്നപ്പോഴും ശിശുക്കളെ പോലെ കർത്താവ് പറയുന്നതിനെ അനുസരിച്ച് അവനോട് കൂടെ നിന്ന 11 പേരെ കർത്താവ് ചേർത്ത് നിർത്തി പറഞ്ഞു, പിതാവേ, നീ ഇവരെ തന്നിട്ടുള്ളതാ. രാത്രി സ്വർഗത്തിൻ്റെ കരത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ചേർത്ത് നിർത്തി പറയും, ഇവർ എനിക്ക് തന്നിട്ടുള്ളവരാ. രാത്രി അവൻ്റെ കൈ കീഴാണെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യാം. അതെ, അവൻ പറഞ്ഞിരിക്കുന്ന അനുസരിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അന്ന് 11 പേരെ ചേർത്ത് നിർത്തി യേശു പറഞ്ഞു, നീ ഇവരെ എനിക്ക് തന്നതാണ്. ഇന്ന് എത്രയോ ബഹുലക്ഷങ്ങൾ യേശുവിൻ്റെ കൈ കീഴിലേക്ക് വരുവാൻ കാരണമായി തീർന്നത് അവനന്ന് പ്രവർത്തിച്ചതുകൊണ്ട്. ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തി ആത്മാവിൽ ദർശിക്കുവാൻ കാണുമോ? രാത്രി നമ്മെ ചേർത്ത് നിർത്തി ഇവരെ എനിക്ക് തന്നിട്ടുള്ളവരാണെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. അതെ, അവരെ ചേർക്കുവാൻ വേണ്ടി യേശു വരും. രാത്രിയിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് സന്ദേശം ഏറ്റെടുക്കുവാൻ കഴിയും? അന്ന് 11 പേരെ ചേർത്ത് നിർത്തി യേശു പ്രാർത്ഥിച്ചതുപോലെ എല്ലാ ദിവസവും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്ന പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ളവരാണ് ഇവർ. രാത്രിയിൽ ദൈവത്തെ സന്നിധി നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ തള്ളപ്പെട്ടവരല്ല, ഒറ്റപ്പെട്ടവരല്ല, ഞങ്ങൾ അങ്ങയുടെ കൈക്കലെ ആടുകളാണ്. ഞങ്ങളെ അങ്ങയുടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഇവരെ ചേർത്ത് നിർത്തി യേശു പറയാണ്, എനിക്ക് തന്നിട്ടുള്ളവരാണ് ഇവർ. എന്നിട്ട് അവർക്ക് വേണ്ടി കർത്താവ് പറയാണ്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. ഇവർ ഇനി ലോകത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊള്ളും. എന്നോട് പറയാം, പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അപേക്ഷിക്കുന്നില്ല. എന്നാൽ ഭൂമിയിൽ പരിശുദ്ധാത്മാ പ്രേരിതരായി ഞാനും നിങ്ങളുമാണ് രക്ഷിക്കപ്പെടാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പിതാവിൻ്റെ വലത്തുഭാഗത്തിൽ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പുത്രനാം ദൈവം നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. അവർ ഞാൻ ലോകത്തിന് വേണ്ടിയല്ല അപേക്ഷിക്കുന്നത്, ഞാൻ ഇവർക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. അതിൻ്റെ രഹസ്യം മനസ്സിലായല്ലോ അല്ലേ? നമ്മയാണ് ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ വലത്തുഭാഗത്തിൽ നിന്ന് ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. നമ്മുടെ ദൗത്യം ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ നമ്മുടെ ദൗത്യം. എനിക്ക് നിന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു.
ഞാൻ അവരിൽ ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു. പറഞ്ഞു, ഇവരിൽ ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ഇവർക്ക് ഞാൻ പ്രസിദ്ധനായി, ഇവരിൽ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു, എന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് യേശു എന്നുള്ളത് ലോകത്തുള്ള മറ്റാർക്കും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതിരുന്നപ്പോൾ ഈ 11 ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ആരാണെന്നുള്ളത്. ഇന്ന് രാത്രിയിൽ ദൈവിക സന്ദേശത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പറയാണ്, നമ്മൾ സമത്വമാണ്. എൻ്റെതെല്ലാം നിൻ്റേതും, നിൻ്റെതെല്ലാം എൻ്റേതും. ഇനി അങ്ങനെയില്ല, ഞാനും നീയൊന്നില്ല, നമ്മൾ ഒന്നാണ്, ഏകമാണ്. എന്നാൽ മനുഷ്യനായി ഞാൻ വന്നിരിക്കുന്നത് ഇവരെ നീ എനിക്ക് തന്നതുകൊണ്ട് ഇവരെ നിന്റെ നാമത്തിൽ നേടുവാൻ വേണ്ടിയാണ്. മഹത്വപ്പെടുത്തി, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഇന്ന് രാത്രിയിൽ പിതാവാന്തയും പ്രാർത്ഥിച്ചു പോയ പ്രാർത്ഥനയുടെ ആ ശബ്ദം ഇന്നും അലയടിച്ചു വരുന്നുണ്ട്. ലോകത്തൊന്നും മാറ്റപ്പെട്ടില്ല. യേശു സംസാരിച്ച വചനങ്ങളൊന്നും അത് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല കേട്ടോ. അതെല്ലാം പൂർത്തീകരിക്കപ്പെടുവാനുള്ളതാ. അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗീയ പിതാവിൻ്റെ പരിശുദ്ധ പിതാവിനോട് പറയുകയാണ്, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ലോകത്തിലിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവരോടുകൂടി ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് യോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ പറയാം, കർത്താവ് പറയുക, നാശയോഗ്യനൊഴികെ, അവനൊഴികെ അല്ലാതെ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. യേശുവിൻ്റെ നാമം സൂക്ഷിക്കുന്ന നാമമാണ്. ആ നാമം വെളിപ്പെട്ടതിന് നന്ദി പറയാം. യേശു നാമത്തിനർത്ഥം പാപത്തെ മോചിപ്പിക്കുന്നവനാ. നമ്മെ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ പാപം കൂടാതെ നമ്മെ നിർത്തിയിരിക്കുന്നത് യേശു എന്ന നാമമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ അവൻ്റെ നാമത്തിൽ ആശ്രയിക്കാൻ കഴിയും? അതേ, ആ നാമത്തിൽ നമ്മളെ സൂക്ഷിക്കും. അതേ, നാശയോഗ്യനായി അവൻ ദ്രവ്യാഗ്രഹിയായി തീർന്നു കഴിഞ്ഞപ്പോൾ പാപം അവന് പ്രവേശിച്ചു. അവൻ മരണത്തിലേക്ക് പോകാൻ ഇടയായി തീർന്നു. എന്നാൽ യേശു എന്ന നാമം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. നമ്മുടെ പാപത്തിൽ നമ്മെ വിടുവിക്കുന്ന ആ നാമം നമ്മെ ശുദ്ധീകരിച്ച് അവനായി സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. രാത്രിയിലും ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം യേശുവിൻ്റെ നാമമുഖാന്തരമായി നമുക്ക് പാപമോചനമുണ്ട്. പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നു. യേശുവെ, നീനോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ തോന്നണമേ, കർത്താവിനോട് മനസ്സിലാണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥമായ ശുദ്ധീകരണം നമ്മുടെ അകത്ത് നടക്കുകയാണ്. യേശു എന്ന നാമത്തിൻ്റെ ആ ശ്രേഷ്ഠമേറിയ മഹത്വത്തെ ഓർത്ത് ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മൾ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ക്രിസ്തു മുഖാന്തരം രക്ഷയുടെ ആഴവും വലിപ്പം എന്താണെന്ന് മനസ്സിലാവുകയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിസ്സാരമായി കണക്കാക്കാതെ സ്വർഗം സന്തോഷിക്കട്ടെ നമ്മെക്കുറിച്ച്. ദിവസങ്ങളിൽ സ്വർഗം നമ്മെക്കുറിച്ച് കാണുമ്പോൾ സന്തോഷിക്കണം. ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച്, അവൻ്റെ നാമത്തിൽ ആശ്രയിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച് നാം ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടവൻ്റെ കാന്തയെ തിരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവനിരിക്കുന്നിടത്ത് എത്തിച്ചേരുവാനുള്ള വലിയ ഭാഗ്യത്തിലേക്ക്, പദവിയിലേക്ക്, ആ തേജസ്സിലേക്ക് നമ്മെ ഉയർത്തുവാൻ യേശു കർത്താവ് വേഗത്തിൽ വരുന്നു. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മരക്ഷയുടെ സന്തോഷം വർദ്ധിച്ചു വരുവാൻ, കുറഞ്ഞു പോകാതെ ദിവസം തേജസ് തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിരൂപമായി അവനെ പോലെയായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധന്മാർ നമ്മെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വചനത്തെ വിരാമപ്പെടും. ദൈവം വെച്ചാൽ നാളെ താമസം വീണ്ടും കാണാം. അതുവരെയും ദൈവമായ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.